സുഭാഷിതം. ഹോശേയ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. എഫ്രൈമിന് മാനുഷിക കൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയതുകൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായിരിക്കുന്നു. എഫ്രൈം ഈസ് ഒപ്രസ്ഡ് ആൻഡ് ബ്രോക്കൺ ഇൻ ജഡ്ജ്മെന്റ് ബിക്കോസ് ഹി വില്ലിംഗ്ലി വാക്ക്ഡ് ബൈ ദ ഹ്യൂമൻ പ്രിസെപ്റ്റ്. ഇസ്രയേൽ ജനത്തിന് എന്തുകൊണ്ടാണ് ന്യായവിധി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ കാരണങ്ങളാണ് ഹോശേയ 5-ാം അധ്യായത്തിലും എഴുതിയിരിക്കുന്നത്. ശലോമോൻ രാജാവിന്റെ ഭരണത്തിന് ശേഷം ഇസ്രയേൽ രാജ്യം 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. വടക്കൻ രാജ്യവും തെക്കൻ രാജ്യവും. വിഗ്രഹാരാധന നിമിത്തം ദൈവം 2 രാജ്യങ്ങളുടെയും മേൽ ന്യായവിധി വരുത്തി. ന്യായവിധികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ മുന്നറിയിപ്പുമായി ദൈവം പ്രവാചകന്മാരെ അയച്ചു. ഹോശേയാവ് വടക്കൻ രാജ്യത്തിലെ പ്രവാചകനായിരുന്നു. നാം വായിച്ച കുറിവാക്യത്തിലെ എഫ്രൈം എന്ന ഗോത്രം വടക്കൻ രാജ്യത്തിൽ ഉൾപ്പെട്ടതാകുന്നു. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിൽ ക്ഷാമകാലം വരും മുമ്പേ ജോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. ആദ്യജാതന് മനശ്ശെ എന്നും സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് രണ്ടാമത്തവന് എഫ്രൈം എന്നും പേരിട്ടു. യോസഫിന്റെ മക്കൾ മനശ്ശെ, എഫ്രൈം എന്ന 2 ഗോത്രമായിരുന്നു. എഫ്രൈം ജോസഫിന്റെ ഇളയ മകനായിരുന്നിട്ടും യാക്കോബിൽ നിന്നുള്ള വലങ്കയ്യാലുള്ള അനുഗ്രഹം ലഭിച്ചത് എഫ്രൈമിനായിരുന്നു. ഹോശേയ പ്രവചനത്തിൽ എഫ്രൈമിനെ കുറിച്ച് പല പരാമർശനങ്ങളുമുണ്ട്. വടക്കൻ രാജ്യത്തെ മുഴുവനായി പ്രതിനിധീകരിക്കുന്നതിന് എഫ്രൈം എന്ന പേര് ഉപയോഗിച്ചിട്ടുണ്ട്. എഫ്രൈമിന് പ്രാരംഭ സമൃദ്ധിയും ശക്തിയും ഉണ്ടായിരുന്നിട്ടും പിൻഗാമികൾ അനുസരണക്കേടിലും വിഗ്രഹാരാധനയിലും ആയിത്തീർന്നു. ഹോശേയ 4:17 വായിക്കുന്നത് എഫ്രൈം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു. അവനെ വിട്ടുകളക, മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗം ചെയ്യും. നാം വായിച്ച വാക്യത്തിൽ അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായി തീർന്നു. ആ വാക്യത്തിൽ തന്നെ അതിന്റെ കാരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫ്രൈമിന് മാനുഷ്യ കൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നി. പ്രിയമുള്ളവരെ, എഫ്രൈമിന്റെ ചരിത്രം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ദൈവിക കൽപ്പനയ്ക്ക് അനുസരണമായി ജീവിച്ചിരുന്ന എഫ്രൈം ജീവനുള്ള ദൈവത്തെ വിട്ട് പാപവഴികളിൽ പോയപ്പോൾ അവൻ പരാജിതനായി തീർന്നു. എഫ്രൈമിന് മാത്രമല്ല, ഒരിക്കൽ ദൈവിക കൽപ്പനയെ അനുസരിച്ച് ഭയഭക്തിയോടെ ജീവിച്ചിരിക്കുന്ന ജനം മാനുഷിക കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ തിരഞ്ഞെടുക്കുമ്പോൾ അവർ പീഡിതരും തോറ്റവരുമാകുന്നു. യെശയ്യാപ്രവാചകന്റെ വാക്കുകൾ യേശു കർത്താവ് ഉദ്ധരിച്ചത് മത്തായി 15:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ്, ഈ ജനം ആദരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. കൊലോസ്യർ 2:20 പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾ കീഴ്പ്പെടുന്നത് എന്ത്? ഗലാത്യർ 1:11 പൗലോസ് വീണ്ടും പറഞ്ഞിരിക്കുന്നു, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. 1 പത്രോസ് 2:13 സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവാനും പറഞ്ഞിട്ടുണ്ട്. നിയമങ്ങൾ പാലിക്കേണ്ടതും സുവിശേഷത്തിന് അനുസരണമായി ജീവിക്കേണ്ടതുമാകുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ഇഷ്ടത്തിന് മാനുഷിക കൽപ്പനയനുസരിച്ച് ജീവിപ്പാനല്ല, സുവിശേഷത്തിന് അനുസരണമായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. வாழ்க்கை என்பதிலே நிறைவேறா விருப்பம் ஆயிரம் இருக்கும், இமைக்கும் பொழுதினிலே நிலை மாறும் நிறைவேறும். ராஜாவின் மடியில் விளையாடும் அழகு செல்ல பிள்ளை எல்லாம் சரியாகும். விளையாடு மகிழ்வோடு, காத்திருந்த நேரம் மாறி பூக்கும் நேரம் வரும். நீ பூத்து காய்த்து கனி கொடுத்து வாழ்க்கை மாறிவிடும். உன்னை பார்த்து நகைத்த உறவுகள் எல்லாம் நீ